റോഡിലൂടെ തോണി തുഴഞ്ഞ് യാത്ര ചെയ്യേണ്ട അവസ്ഥയിലാണ് തിരുവനന്തപുരം കുമാരപുരത്തെ 150-ലധികം കുടുംബങ്ങൾ. ഒരു കുഴപ്പവുമില്ലാതിരുന്ന കുഞ്ചുവീട് റോഡ് ഡ്രൈനേജ് പണിക്കായി 3 വർഷം മുൻപ് കുഴിച്ചു. പിന്നെ പഴയ സ്ഥിതിയിലേക്ക് തിരിച്ചുപോയിട്ടില്ല. റോഡിലൂടെയുള്ള യാത്ര സ്വപ്നം മാത്രമായതോടെ പലരും വീട് ഉപേക്ഷിച്ചു പോയി. മഴ കനത്താൽ കുട്ടികൾ സ്കൂളിൽ പോകാറില്ല. അറ്റകുറ്റപ്പണികൾ ഉടൻ പൂർത്തിയാക്കി റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. വരാൻ പറ്റൂല, ഒരാട്ട വരൂല. ആ വീട്ടിലൊരു മനുഷ്യൻ 1, 2, 3 വർഷത്തോളമായി വീട്ടിൽ നിന്ന് വെളിയിറങ്ങാൻ പറ്റാതിരിക്കുകയാണ്. ഒരു വയ്യാത്തൊരു മനുഷ്യൻ 2-3 പ്രാവശ്യം പാമ്പുകളൊക്കെ ഇങ്ങനെ ഈ സൈഡിൽ കൂടെ പോയിട്ടുണ്ട്. അപ്പൊ അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഇന്ത്യൻ പൗരന് അടിസ്ഥാനപരമായിട്ട് കിട്ടേണ്ട അവകാശമാണ് സഞ്ചാര സ്വാതന്ത്ര്യം. അത് ഞങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടിട്ട് 3 വർഷം കഴിയുകയാണ്. കുമാരപുരം കിംസ് റോഡിൽ നിന്ന് RCCയിലേക്കുള്ള എളുപ്പവഴിയാണ് കുഞ്ചൻ വീട് റോഡ്. പക്ഷേ കഴിഞ്ഞ 3 വർഷമായി ആ വഴി റോഡാണോ പുഴയാണോ അല്ല മൺകൂനയാണോ എന്നതാണ് നാട്ടുകാരുടെ സംശയം. മെഡിക്കൽ കോളേജിലോട്ട് കണക്ട് ചെയ്യാൻ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള തിരക്ക് ഒഴിവാക്കാൻ ഇത്രയും സൗകര്യമുള്ള റോഡ് വേറെ ഇല്ല. മെഡിക്കൽ കോളേജിലുള്ള എല്ലാ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയില്ല, മെഡിക്കൽ കോളേജ് ക്യാമ്പസിൻ്റെ ഉള്ളിൽ നിറച്ച് വാഹനങ്ങളാണ്. RCC വരുന്നവൻ, ചിത്ര വരുന്നവൻ, മെഡിക്കൽ കോളേജ് വരുന്നവർക്കൊന്നും രക്ഷപ്പെട്ടു പോകാൻ വഴി പോലും ഇല്ല. ഇത്ര സൗകര്യമുള്ള റോഡ് വേറെ ഇല്ല. എല്ലാവർക്കും വളരെ എളുപ്പം പുറത്തോട്ട് വരാൻ പറ്റുന്ന റോഡാണ്. ആ റോഡിനാണ് ഈ ദുരവസ്ഥയുള്ളത്. മൂന്ന് വർഷം മുൻപാണ് ഡ്രൈനേജ് പൈപ്പിടാൻ റോഡ് ആദ്യം കുഴിച്ചത്. പിന്നെ എന്ത് സംഭവിച്ചെന്ന് നാട്ടുകാർ പറയും. ആദ്യം സീവേജുകാരാണ് പണിക്ക് വന്നത്. പിന്നെ വാട്ടർ അതോറിറ്റിക്കാർ അവരുടെ പണി കഴിഞ്ഞപ്പോഴത്തേക്ക് ഉടനെ നമ്മുടെ KSEBക്കാർ വന്ന് പണി ഏകദേശം അവർ പൂർത്തിയായി എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ പറയുന്നത് ഗ്യാസിൻ്റെ ഇതും കൂടെ വന്നതിന് ശേഷമേ നിങ്ങൾക്ക് റോഡ് ടാറിട്ട് തരത്തുള്ളൂ എന്ന്. റോഡിന് ശാപമോക്ഷം കിട്ടാതായതോടെ പലരും വീടുപേക്ഷിച്ചു പോയി. മഴക്കാലമായതോടെ ദുരിതം വർദ്ധിച്ചു. ഒരുപാട് ആളുകൾ ഇവിടുന്ന് താമസം മാറി പോയിട്ടുണ്ട്. കാരണം ഡെയിലി ഓഫീസിൽ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളൊക്കെ ഉള്ള സ്ഥലമാണ്. അവർക്കിത് ഡേ ടു ഡേ ലൈഫിൽ ഇത് ഭയങ്കര ബുദ്ധിമുട്ടായി തീർന്നുകൊണ്ട് അവരെല്ലാം സ്ഥലം മാറിപ്പോയിരിക്കുകയാണ്. ഞങ്ങൾ ആരും ഇവിടുത്തെ ആരും സ്കൂളിലും ഒരിടത്തും പോയിട്ടില്ല. കാരണം രാവിലെ നോക്കിയപ്പം ഇപ്പോൾ കിടക്കുന്ന റോഡിനെക്കാട്ടും ഫുള്ള് വെള്ളപ്പൊക്കം പോലെയാണ് രാവിലെ കിടന്നത്. റോഡ് ശരിയാക്കണമെന്നാവശ്യപ്പെട്ട് പലരെയും ചെന്ന് കണ്ടു. ശരിയാക്കാം എന്ന് വാക്കുകിട്ടി. പക്ഷേ ഒന്നും ശരിയായില്ല. വികസനം വേണ്ടാന്ന് നമുക്ക് പറയേണ്ട ഒരു അവസ്ഥയിലോട്ടാണ് ഈ ഗവൺമെന്റ് ഞങ്ങളെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അധികാരികൾ കൈവിട്ടതോടെ ജനകീയ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. അധികാരികളുടെ അനാസ്ഥ കാരണം സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ഒരു ജനതയുടെ ആത്മരോഷമാണ് നിങ്ങൾ കണ്ടത്. കഴിഞ്ഞ 3.5 വർഷത്തിലധികമായി അവർ ഈ ദുരിതം അനുഭവിക്കുന്നു. എന്നാണ് ഈ ദുരിതത്തിൽ നിന്നും ഒരു മോചനം എന്ന ചോദ്യത്തിന് മാത്രം ആരുടെ കയ്യിലും ഉത്തരമില്ല. ക്യാമറമാൻ വിഷ്ണുവിനൊപ്പം ശ്യാം സരസ്വതി, അമൃത ന്യൂസ്, തിരുവനന്തപുരം.